ഉൽപ്പത്തി അധ്യായം 22. അതിൻ്റെ ശേഷം ദൈവം അബ്രാഹാമിനെ പരീക്ഷിച്ചതെങ്ങനെയെന്നാൽ, അബ്രാഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്നരുളി ചെയ്തു. അബ്രാഹാം അതികാലത്ത് എഴുന്നേറ്റു കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രാഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രാഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രാഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രാഹാമിനോട്, അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന്, അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യഹോവയുടെ ദൂതൻ 2-മതും ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു. അവർ ഒന്നിച്ചു പുറപ്പെട്ടു ബേർഷേബയിലേക്ക് പോന്നു. അബ്രഹാം ബേർഷേബയിൽ പാർത്തു. അനന്തരം മിൽക്കയും നിന്റെ സഹോദരനായ നാഹോരിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അവർ ആരെന്നാൽ, ആദ്യജാതൻ ഊസ്, അവൻ്റെ അനുജൻ ബൂസ്, അരാമിൻ്റെ പിതാവായ കെമൂവേൽ, കേഷെദ്, ഹസോ, പിൽദാഷ്, യിതലാഫ്, ബെതൂവേൽ. ബെതൂവേൽ റിബെക്കയെ ജനിപ്പിച്ചു. ഈ 8 പേരെ മിൽക്ക അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിന് പ്രസവിച്ചു. അവൻ്റെ വെപ്പാട്ടി രയൂമ എന്നവളും തേബഹ്, ഗഹാം, തഹഷ്, മാഖ എന്നവരെ പ്രസവിച്ചു. ഉൽപ്പത്തി അധ്യായം 23. സാറയ്ക്ക് 127 വയസ്സ് ആയിരുന്നു. ഇത് സാറയുടെ ആയുഷ്കാലം. സാറ കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിര്യത്തർബയിൽ വെച്ച് മരിച്ചു. അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു. പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനും ആകുന്നു. ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവീൻ എന്ന് പറഞ്ഞു. ഹിത്യർ അബ്രഹാമിനോട്, യജമാനനെ കേട്ടാലും, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു.
ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതെ ഇരിക്കയില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അബ്രാഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്യരെ നമസ്കരിച്ചു അവരോട് സംസാരിച്ചു. എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപേക്ഷ കേട്ടു എനിക്ക് വേണ്ടി സോഹറിൻ്റെ മകനായ എഫ്രോനോട് അവൻ തൻ്റെ നിലത്തിൻ്റെ അറുതിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പത് വിലയ്ക്ക് തരണം എന്ന് പറഞ്ഞു. എന്നാൽ എഫ്രോൻ ഹിത്യരുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു. ഹിത്യനായ എഫ്രോൻ തൻ്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട്, അങ്ങനെയല്ലേ യജമാനനെ, കേൾക്കണമേ, നിലം ഞാൻ നിനക്ക് തരുന്നു, അതിലെ ഗുഹയും നിനക്ക് തരുന്നു, എൻ്റെ സ്വജനം കാൺകെ തരുന്നു, മരിച്ചവളെ അടക്കം ചെയ്തുകൊണ്ടാലും എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു. ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട്, ദയ ചെയ്ത് കേൾക്കണം, നിലത്തിൻ്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം, എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു. എഫ്രോൻ അബ്രഹാമിനോട്, യജമാനനെ, കേട്ടാലും 400 ശേക്കൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി, അത് എനിക്കും നിനക്കും എന്തുള്ളൂ, മരിച്ചവളെ അടക്കം ചെയ്തുകൊള്ളുക എന്നുത്തരം പറഞ്ഞു. അബ്രഹാം എഫ്രോന്റെ വാക്ക് സമ്മതിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ശേക്കൽ 400 അവന് തൂക്കിക്കൊടുത്തു. ഇങ്ങനെ മമ്രയ്ക്കരികെ എഫ്രോനുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിൻ്റെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവൻ്റെ നഗരവാസികളായ ഹിത്യരുടെ മുൻപാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി. അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രയ്ക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു. ഉൽപ്പത്തി അധ്യായം 24. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്നും നീ എൻ്റെ മകനും ഭാര്യയായി എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും. ദാസൻ അവനോട്, പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ? നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ടു പോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട് പറഞ്ഞത്, എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരുപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും. എന്നാൽ സ്ത്രീക്ക് നിന്നോട് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്നു ഒഴിഞ്ഞിരിക്കും. എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടുപോക മാത്രം അരുത്. അപ്പോൾ ദാസൻ തൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ തുടയിൻ കീഴിൽ കൈവച്ചു അങ്ങനെ അവനോട് സത്യം ചെയ്തു. അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ടു പുറപ്പെട്ടു മെസൊപ്പൊത്തോമിയയിൽ നാഹോരിൻ്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിനു പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്തു ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ, കുടിക്ക, നിന്റെ ഒട്ടകങ്ങൾക്കും
കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രാഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെതൂവേലിൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ചു കയറി വന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്നു. നിന്റെ പാത്രത്തിലെ വെള്ളം കുറേ എനിക്ക് കുടിപ്പാൻ തരേണം എന്ന് പറഞ്ഞു. യജമാനനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു. പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിൽ ഒഴിച്ചു. പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി അവൻ്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി. യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ 1/2 ശേക്കൽ തൂക്കമുള്ള ഒരു പുന്മൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശേക്കൽ തൂക്കമുള്ള 2 പൊൻവലയും എടുത്ത് അവളോട്, നീ ആരുടെ മകൾ? പറക, നിന്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, നാഹോറിന് മിൽക്ക പ്രസവിച്ച മകനായ ബെതൂവേലിൻ്റെ മകൾ ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളമുണ്ട്, രാപാർപ്പാൻ സ്ഥലവുമുണ്ട് എന്നും അവൾ പറഞ്ഞു. അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ എൻ്റെ യജമാനനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു. ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു. റിബേക്കയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവന് ലാബാൻ എന്നു പേർ. ലാബാൻ പുറത്ത് കിണറ്റെങ്കിൽ ആ പുരുഷന്റെ അടുക്കൽ ഓടിച്ചെന്നു. അവൻ മൂക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തൻ്റെ സഹോദരിയായ റിബേക്കയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷന്റെ അടുക്കൽ ചെന്നു. അവൻ കിണറ്റെങ്കിൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്ത് വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു. അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു. അവൻ്റെ മുൻപിൽ ഭക്ഷണം വച്ചു. ഞാൻ വന്ന കാര്യം അറിയിക്കും മുൻപേ ഭക്ഷണം കഴിക്കുകയില്ല എന്നവൻ പറഞ്ഞു. പറക എന്ന് അവനും പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രഹാമിൻ്റെ ദാസൻ. യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു. അവൻ മഹാനായി തീർന്നു. അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസീദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നീ വകയൊക്കെയും കൊടുത്തിരിക്കുന്നു. എൻ്റെ യജമാനൻ്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എൻ്റെ യജമാനന് ഒരു മകനെ പ്രസവിച്ചു. അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു. ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്നും നീ എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞ് യജമാനൻ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ യജമാനനോട്, പക്ഷേ സ്ത്രീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട്, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ചു. നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും. എൻ്റെ വംശക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കും. അവർ നിനക്ക് തരുന്നില്ല എന്ന് വരികിലും നീ ഈ സത്യത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കിണറ്റിനരികെ വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കിയെങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു.
വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട്, നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട്, കുടിക്ക, ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കോരിക്കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എൻ്റെ യജമാനൻ്റെ മകന് നിയമിച്ച സ്ത്രീയായിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരും മുൻപേ ഇതാ റെബേക്ക തോളിൽ പാത്രവുമായി വന്ന് കിണറ്റിൽ ഇറങ്ങി വെള്ളം കോരി. ഞാൻ അവളോട്, എനിക്ക് കുടിപ്പാൻ തരേണം എന്ന് പറഞ്ഞു. അവൾ വേഗം തോളിൽ നിന്നും പാത്രമിറക്കി, കുടിക്ക, ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുടിച്ചു. അവൾ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുത്തു. ഞാൻ അവളോട്, നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിന് അവൾ, മിൽക്ക, നാഹോറിന് പ്രസവിച്ച മകനായ ബെതൂവേലിൻ്റെ മകൾ എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ മൂക്കിന് മൂക്കുത്തിയും കൈകൾക്ക് വളയുമിട്ടു. ഞാൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എൻ്റെ യജമാനൻ്റെ സഹോദരൻ്റെ മകളെ അവൻ്റെ മകനായിട്ട് എടുപ്പാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എൻ്റെ യജമാനൻ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ എൻ്റെ യജമാനനോട് ദയയും വിശ്വസ്തതയും കാണിക്കുമെങ്കിൽ എന്നോട് പറവീൻ, അല്ല എന്ന് വരികിൽ അതും പറവീൻ, എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം. അപ്പോൾ ലാബാനും ബെതൂവേലും, ഈ കാര്യം യഹോവയാൽ വരുന്നു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റെബേക്ക നിന്റെ മുൻപാകെ ഉണ്ടല്ലോ, അവളെ കൂട്ടിക്കൊണ്ടു പോക. യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനൻ്റെ മകന് ഭാര്യയാകട്ടെ എന്നുത്തരം പറഞ്ഞു. അബ്രാഹാമിൻ്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റെബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. അവനും കൂടെയുള്ളവരും ഭക്ഷിച്ച് പാനം ചെയ്ത് രാപാർത്തു. രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ, എൻ്റെ യജമാനൻ്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞു. അതിന് അവളുടെ സഹോദരനും അമ്മയും, ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ താമസിപ്പിക്കരുതേ, യഹോവ എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ, യജമാനൻ്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ബാലയെ വിളിച്ചു അവളോട് ചോദിക്കട്ടെ എന്നവർ പറഞ്ഞു. അവർ റെബേക്കയെ വിളിച്ചു അവളോട്, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റെബേക്കയെയും അവളുടെ ധാത്രിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവൻ്റെ ആളുകളെയും പറഞ്ഞയച്ചു. അവർ റെബേക്കയെ അനുഗ്രഹിച്ചു. അവളോട്, സഹോദരി, നീ അനേകായിരമായി തീരുക, നിന്റെ സന്തതി തന്നെ ദേശിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ റെബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി. അങ്ങനെ ദാസൻ റെബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇസഹാക്ക് ബേർലഹയി റോയി വരെ വന്നു. അവൻ തെക്കേ ദേശത്ത് പാർക്കുകയായിരുന്നു. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റെബെക്കയും തലപൊക്കി ഇസഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി. അവൾ ദാസനോട്, വെളിംപ്രദേശത്ത് നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന്, എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റെബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു.